ആൻഡ് ദ ഫണ്ണിയസ്റ്റ് തിങ് ഇസ് ഞാന് മെലഡി പാടണം പറഞ്ഞ് വന്ന ആളാണ്. ഞാൻ സിംഗർ ആണെന്ന് തുടങ്ങിയത് ഗസലിലാണ്. ഹരിഹരൻ സാറിന്റെ ഗസലൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് ഞാൻ അച്ഛന്റെ പാട്ടിലോ ദാസങ്ങളുടെ ഇതിലൊന്നും എഴുന്നിട്ടില്ല. ഞാൻ ഐ ഫെൽ ഫോർ ഹരിഹരൻ സാർ. ഹരിഹരൻ സാർ ഇങ്ങനെ പാട്ടൊക്കെ ഇങ്ങനെ അങ്ങനെയൊക്കെ ഗസലൊക്കെ കേട്ടപ്പോ ഇത് എന്തൊരു ഐ ലൈക്ക് ദറ്റ് കൈൻഡ് ഓഫ് ലൈക്ക് ഒരു സ്റ്റൈൽ ഓഫ് സിംഗിങ്. അത് അങ്ങനെ വിഴുന്ന് ഐ ലേൺ ലോട്ട് ഓഫ് ഗസൽസ് ആ സമയത്തില് അങ്ങനെ വന്നതാ. ഒരു ഗസൽ പാടോ ഏതെങ്കിലും ഒരെണ്ണം റാൻഡായിട്ട്. दीवार पे शक्ल ऐसी बनाने आए फिर बारिश मेरे तन्हाई चुराने आए दर दीवार पे शक्ल ऐसी बनाने आए. ഇങ്ങനെ ഗുൽഫ എന്ന് പറഞ്ഞൊരു ഇതില് ഉണ്ടായിരുന്നു. പക്ഷെ ഒത്തിരി ഭാഷ ഇതൊക്കെ തൊട്ടിട്ട് എവിടെ അതുപോലെ പാട്ടൊന്നും ഇല്ലല്ലോ. അപ്പൊ അതുകൊണ്ട് അതങ്ങനെ വിട്ട് നമ്മള് പ്രാക്ടീസ് ഒക്കെ കാറിൽ പോകുമ്പോ നല്ല പാട്ടൊക്കെ ഇട്ട് ഹൈ പിച്ചില് ആ പിച്ചായിരിക്കും ഇപ്പൊ പോകുന്ന പാട്ട് പാടാൻ പോകുന്നത്. ഓക്കെ, ഈ മേലെ വാനവില് നവീനാണ് പാടിയെന്നുള്ള ആളുകൾ ഇപ്പൊ തമിഴിലെ ആളുകളൊക്കെ കേൾക്കുമ്പോൾ അവർ സർപ്രൈസ്ഡ് ആവാറുണ്ടോ? കാരണം നമ്മുടെ ക്യാരക്ടറിലേ ഇല്ലാത്ത പോലത്തെ ഒരു പാട്ടല്ലേ അത്. ഇല്ല, ഞാൻ അത് എപ്പോഴും ഞാൻ ആലോചിച്ചിട്ടുണ്ട്. നമ്മള് ഇവിടെ നാട്ടില് തമിഴ് പാട്ട് ഹിറ്റാവത്തില്ലേ? തമിഴ് പാട്ട്, വിജയന്റെ പാട്ട് ഹിറ്റാന്ന്. പക്ഷെ അങ്ങോട്ട് വന്ന് അത്ര മലയാളം പാട്ട് കേൾക്കത്തില്ല. ശരിയാ. എനിക്ക് തോന്നുന്നു ആകെ പ്രേമത്തില് പലരെ മാത്രമേ ചിലപ്പോ കേട്ടിട്ടുണ്ടാവുള്ളൂ ആളുകള്. അതിനു മുമ്പ് അച്ഛന്റെ പാട്ട് പ്രമദവനം, അത് മാത്രം ഏത് തമിഴ് ആൾക്കാരുടെ അടുത്ത് ചോദിച്ചാലും പ്രമദവനമോ അത് തരുമ്പോ അത് തമിഴ് പാട്ട് പോലെ അവര് പറയാവര്. പക്ഷെ വേറെ ഏത് ഹിറ്റ് സോങ് നമ്മൾ പറഞ്ഞാലും അവർ വന്നിട്ട് അത് കേട്ടത് അവരത്ര ഈ പറഞ്ഞ പോലെ ഇപ്പോഴാണ് പ്രേമം. പിന്നെ ഇപ്പൊ ഈവൻ മൂവീസ് തമിഴ് മക്കളെ ഇപ്പൊ ആൾക്കാരൊക്കെ മലയാളമല്ല കാണുന്നത്. പടമൊക്കെ അത്ര മാത്രം ഇപ്പൊ കാണാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ ഇപ്പോഴും കുഴപ്പമില്ല. പക്ഷെ അന്നൊക്കെ വന്നിട്ട് ഈ ബൈസൽ തീവ്സ് ഒക്കെ വന്നപ്പോ നോബഡി നോസ് അബൌട്ട് ഇറ്റ്. അവിടെയും അത്ര ഇതായിട്ടില്ല. അത് അപ്പൊ പാടാവോ മേലെ വാനവിൽ? മേലെ വാനിലെ കിളികളായി ചേരാം മാറിവിൽ ചേരുവിലായി ഇനി ഒന്നായി ഒന്നായി കാണാം കനവേ തീരാ വെണ്ണില തിരകളായി ചേരാം വെൺമുകിൽ കടവിലായി ഇനി ഒന്നായി ഒന്നായി ഉയരാം നിലവേ മൊഴികളിൽ നീരാടാം മിഴികൾ നീന്തിയലയാം ഇരുളിലോ തിരയാവാമെന്നും പകലിനായി മഴയാകാം കുളിരായി പീലി വിടരാം ഈ പൂഞ്ചെരുവിൻ തനലേകിടുമോ നിലവേ നിലവേ ഈ ആകാശങ്ങളാകെ നിനവേ നിനവേ ഈ താഴ്വാരങ്ങളാകെ നിലവേ നിലവേ ഓ. മെലഡി നമ്മളെ കൊണ്ട് പറ്റും കേട്ടോ ശരിക്കും. ഞാൻ മെലഡിയൊക്കെ ചോദിച്ചു ഒത്തിരി കറങ്ങിയിട്ടുണ്ട്. ഞാൻ ഒരു സമയത്തില് ഈ കിട്ടുന്ന പാട്ടൊക്കെ ഈ പാട്ട് കേട്ടോ നമ്മള് കന്നിത്തീവ് പൊണ്ണാ കട്ടരുമ്പ് കണ്ണ, ആ പാട്ട് വന്ന് മിഷ്കിൻ സാറിന്റെ പടത്തിന്റെ പാട്ട് വന്നു. അപ്പോ ഞാനത് പാടിന്റേത് കേട്ടോ. അപ്പൊ ആ പാട്ടൊക്കെ വിളിച്ചപ്പോ എനിക്ക് മതിയായി. ഫാസ്റ്റ് നമ്പറിന്റെ മേളാന്ന് അത് നമുക്ക് ഹിറ്റാവുന്നത് ഒരു 10 പാട്ടായിരിക്കും. പക്ഷെ ഞാൻ പാടിയ ഒരു 50, 55, 60 പാട്ട് വന്നിട്ട് ഇതേ കത്താഴ കണ്ണാൽ പോലെ ഇങ്ങനെ ഇരിക്കുന്നു. ആ കത്താഴ കണ്ണാൽ ഹിറ്റായെങ്കിൽ അതേപോലെ ഒരു 10, 15 പാട്ട് വരും. ഇതാണ് എനിക്ക് ഇതേപോലെ വന്നത്. അപ്പൊ നമുക്കത് പാടി നമുക്ക് മതിയാവും കേട്ടോ.
സത്യമാണ്. അത് തിരിച്ചും അതേമാതിരി. അപ്പോ ഒരു പോയിന്റിൽ എനിക്ക് ഭയങ്കര വിഷമായി. നമ്മൾ വന്നത് മെലഡി പാടാനാണ്. എനിക്ക് ഇഷ്ടം ഏത് സിംഗറിന് ഇഷ്ടം മെലഡിയാണ്. അത് നമ്മളൊരു സിംഗർ ആകുമ്പോൾ ആദ്യം പാടുന്നത് മെലഡി അല്ലേ. ആരും വന്നിട്ട് തുടങ്ങുന്നത് കത്താഴ കാണുന്നില്ല, തുടങ്ങത്തില്ല. അതൊരു സിറ്റുവേഷന് ഇങ്ങനെ ഇതായി. പക്ഷെ നമ്മൾ ഏത് സിംഗറാണ് നമ്മൾ ആദ്യം പാടുമ്പോൾ നല്ലൊരു മെലഡി ഒന്നിങ്ങനെ പാടിയാണ് പഠിക്കുന്നത്. അപ്പൊ എല്ലാവരും ആയതാണ്. അപ്പൊ എനിക്കത് ഭയങ്കര ഇനി നമുക്ക് മെലഡിയെ കിട്ടത്തില്ല എന്താ എനിക്ക് എല്ലാം. അപ്പൊ ഈ റെക്കോർഡിങ് പോയപ്പോ മിസ്കിൻ സാറാണ് പാട്ടൊന്നുണ്ട്, നീ പോയി പാട്ടൊക്കെ കേട്ട് പഠിച്ചു വെച്ചോ, ഞാൻ വന്നോണ്ടിരിക്കുന്നു പറഞ്ഞു. അപ്പൊ ഞാൻ ശരി പറഞ്ഞ സ്റ്റുഡിയോ പോയി കേട്ടപ്പോ നല്ല പാട്ട്, കനിതീവ് പൊന്നാ കട്ടരമ്പ് കണ്ണാ നല്ലൊരു മെലഡി പറഞ്ഞ് ഞാൻ ഇങ്ങനെ പഠിച്ചൊക്കെ ഇങ്ങനെ വെച്ച്. അപ്പൊ മിസ്കിൻ പറഞ്ഞപ്പോ പാടാൻ പറഞ്ഞ പാടിപ്പോ ഞാൻ ഇങ്ങനെ നല്ല സുഖത്തിൽ പാടി. எனக்கு அந்த கத்தாழ கண்ணான மாதிரி எனக்கு வந்துட்டு கண்ணித்தீது பொண்ணா கட்டெரும்பு கண்ணா இங்க அப்படியா சார் நல்லா இருக்கு சார் மெலடி. இல்லடா அந்த இதுல வந்து கதையில அப்படிதான்டா இருக்கு, நீ அது மாதிரி பாடு. അപ്പൊ എനിക്ക് ഭയങ്കര ഇതാ. എനിക്ക് പറഞ്ഞിട്ട് എനിക്ക് മൂഡേ ഓഫ് എനിക്ക് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞ സാർ പാട്ട് പാടില്ല സാർ. என்னடா ஆச்சு, ஏன் என்ன ஆச்சு, கோச்சிக்கிட்டியா? இல்ல சார் எனக்கு ഏതോ എനിക്ക് ഒരു ഫോക്കസ് വരാൻ അങ്ങനെ വിട്ട പാട്ട് പലതും ഉണ്ട് കേട്ടോ. ഞാനൊരു നവീൻ മാധവ് റൗണ്ടിലേക്ക് കിടക്കാണ്. അപ്പൊ ഈ റൗണ്ടിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ ഞാൻ ഓരോ പാട്ടിന്റെയും ചില ക്ലൂസ് തരും. അതേതാ ഏത് നവീൻ മാധവ് സോങ് ആണെന്ന് ഐഡന്റിഫൈ ചെയ്യണം. ലിറിക്കില്ല, ഞാൻ ചില സിറ്റുവേഷൻസ് പറയും. അപ്പൊ അത് വെച്ച് ഐഡന്റിഫൈ ചെയ്താൽ മതി, മനസ്സിലാവും. ഓക്കെ. ക്ലോസ് ഫ്രണ്ട് ആയിട്ടുള്ള രഞ്ജിത്തിന്റെ കല്യാണ റിസപ്ഷന് പോവാണ്ട് നവീൻ പാടിയ പാട്ട് മൈ നെയിം ഈസ് ബില്ല. മറക്കാത്ത ഒരു സംഭവമാണല്ലോ അത്. അത് പറയാമോ? ബില്ല അതൊരു എല്ലാ സംഭവം കേട്ടോ. സോ രഞ്ജിത്ത് ഗോവിന്ദ് എന്റെ വൺ ഓഫ് മൈ ബെസ്റ്റ് ഫ്രണ്ട് ആണ്. സോ അവന്റെ കല്യാണമായിരുന്നു അന്ന്, അവന്റെ റിസപ്ഷൻ ആയിരുന്നു. ഈവനിങ് വന്നിട്ട് ഈ ബില്ലാന്റെ വിളി വന്നപ്പോ എനിക്ക് വിളി വന്നിട്ട് എനിക്ക് ഉച്ചയ്ക്കൊക്കെ റെക്കോർഡിംഗ് ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ അവിടെ പോയി യുവൻ ശങ്കർ രാജന്റെ മാനേജർ എന്ന് വിളിച്ചേ. പിന്നെ വാസുണ്ണ വന്നിട്ട് പറഞ്ഞു തരുന്ന ഫുള്ളായിട്ട് അസിസ്റ്റന്റ് പോലെയാണ്. അപ്പൊ അവരാണ് ആദ്യം പാട്ട് പറഞ്ഞു കൊടുക്കുന്നത്. പിന്നെ യുവൻ ശങ്കർ വരുമ്പോ നമ്മൾ പാടി വെക്കും അങ്ങനെ. അപ്പോ വാസുണ്ണൊക്കെ ഇങ്ങനെയൊക്കെ പാട്ടൊക്കെ പറഞ്ഞു കൊടുത്ത് എല്ലാം റെഡിയായി ഇങ്ങനെ വരുമ്പോ സമയം ഇങ്ങനെ പോയിക്കൊണ്ട് എനിക്കൊരു ടെൻഷൻ. ഞാനാണ് ഈ കല്യാണ മാപ്പിളന്റെ ഫ്രണ്ട്, നമ്മുടെ ഇത് മാപ്പിളത്തോഴെന്ന് പറയത്തില്ല, അടുത്തുനിന്ന് എല്ലാരും റിസീവ് ചെയ്യുന്നത്. അങ്ങനെ ഇപ്പോ എന്റെ ഫോക്കസ് മൊത്തം അവിടെയാണോ. അയ്യോ ഇപ്പൊ ഉണ്ടല്ലോ സമയമായിക്കൊണ്ടിരിക്കും, നമ്മ പോയി ഒരുങ്ങണം, അത് ചെയ്യണം, അത് പോണം. അപ്പോ ഇങ്ങനെ സമയമായിക്കൊണ്ടിരുന്ന് 6 മണിയായി കേട്ടോ. 6:30 ആയി. അപ്പൊ എനിക്ക് മൊത്തം ഇല്ല, പാടാൻ തുടങ്ങിയിട്ടില്ല. അപ്പോഴാണ് ആ ലിറിക് കുറച്ച് നമുക്ക് അതില് വേറെ ഒന്ന് ആഡ് ചെയ്യാം, ഇങ്ങനെ കുറച്ച് അതില് പ്രോഗ്രാം ചെയ്യണം, കുറച്ച് ഇങ്ങനെയൊക്കെ പോയിക്കൊണ്ടിരുന്നു. അപ്പൊ വന്നിട്ട് യുവൻ ശങ്കർ വന്നിട്ടില്ല, ഇങ്ങനെ പതുക്കെ പിന്നെ 7 മണിക്കാന്ന് ഐ തിങ്ക് യുവൻ കെയിം. സോ ഞാൻ അതിന് മുമ്പ് തന്നെ ഞാൻ പോയി വാസിനടുത്ത് പറഞ്ഞ, അണ്ണാ நாளைக்கு வந்து பாட்டுமாண்ணா. ஆக்சுவலி என்னடா இல்ல ரஞ்சித்தோட கல்யாணம் நாளைக்கா, அவங்களுக்கு இன்னைக்கு நைட்டே வேணுமே, அவங்களுக்கு வந்து நைட்டுக்குள்ள அவங்களுக்கு அந்த ட்ராக் வேணும், அது ஷூட் ஏதோ போகுது. ஸோ അപ്പോ നമ്മളുടെ ഇൻഡസ്ട്രിയില് വന്നിട്ട് nobody waits. ഇപ്പൊ മുമ്പ് പോലെ ഒന്നുമില്ലല്ലോ. ഇപ്പൊ വന്നിട്ട് യു ഹാവ് സോ മെനി സിംഗേഴ്സ്, അവൈലബിലിറ്റീസ് ആർ ലൈക്ക് ലാവിഷ്. അത്രമാത്രം ഉണ്ട്. മുമ്പൊക്കെ ആണ് ലൈക്ക് വെയിറ്റ് ഫോർ, ഇപ്പൊ ഒരു ഈ പാട്ടിനെ ഈ സിംഗർ തന്നെ വന്ന് പറഞ്ഞാൽ ഇപ്പോഴൊന്നും അങ്ങനെ ഒന്നുമില്ല. സോ നമുക്ക് വന്നിട്ട് ഡെഫിനറ്റ്ലി ഓപ്പർച്യൂണിറ്റീസ് വന്നിട്ട് വെരി ഇമ്പോർട്ടന്റ് ആൻഡ് അവൈലബിലിറ്റി ഈസ് ഓൾസോ വെരി വെരി ഇമ്പോർട്ടന്റ്. സോ ഞാൻ ഇങ്ങനെ ആലോചിച്ച് എനിക്ക് ഭയങ്കര പറഞ്ഞ ഇല്ലടാ നാളേക്ക് തെല്ലടാ ഇരിക്കുമാ, അത് സാങ് ഇരിക്കുമാനി തെല്ല പറഞ്ഞിട്ട് തുടങ്ങിയ പാട്ടാണ് കേട്ടോ. അതും വന്നിട്ട് നമുക്ക് ഡിസ്കഷൻ ഒക്കെ കഴിഞ്ഞ് പിന്നെ പാട്ടൊക്കെ പാടി കഴിയുമ്പോ ഐ തിങ്ക് ഓൾമോസ്റ്റ് 9:30 ഞാൻ ഡിന്നറിനാ പോയത്. ശരിക്കും രഞ്ജിത്തിന്റെ റിസപ്ഷൻ ഡിന്നറിൽ പോയി കഴിച്ചിട്ട്. ബട്ട് ഓബ്വിയസ്ലി സി ദേ ഡോണ്ട് ഗെറ്റ് ഒഫൻഡഡ് ബിക്കോസ് ദേ നോ എല്ലാരും ഈ ഇൻഡസ്ട്രി ഇല്ല. സോ ദേ നോ ഹൗ ഇമ്പോർട്ടന്റ് ഇറ്റ് ഈസ്. വർക്ക് ഭയങ്കരാണ് ഇവിടെ. നമുക്കൊന്ന് അയ്യോ പോകുന്നുണ്ട്, എല്ലാ ഫ്രണ്ട്സൊക്കെ വന്ന് കാണും, എല്ലാരും അവിടെ ഗുജാലടിച്ചോണ്ടിരിക്കുന്നു. സോ അങ്ങനെ ഒരു ഇതായിരുന്നു. ബട്ട് അതർവൈസ് ഇറ്റ് ടേൺഡ് ഔട്ട് ടു ബി വൺ ഓഫ് മൈ ബെസ്റ്റ്
എന്റെ ഇതിൽ വന്നിട്ട് എന്റെ ലിസ്റ്റില് വൺ ഓഫ് ദ ടോപ്പ് സോങ് ഇപ്പോഴും മൈ നെയിം ഈസ് ബില്ല.